ഞാൻ നിൽക്കുന്നത് കോഴിക്കോടാണ്. അതായത് കോഴിക്കോട് ഇപ്പോൾ വലിയ കാലിയുള്ള ഇടത്താണുള്ളത്. നമുക്കറിയാം അത് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുക ഒന്നെങ്കിൽ കോഴിക്കോട് വലിയ കാലിയാണ്, അല്ലെങ്കിൽ പാണക്കാട് നിന്ന് തങ്ങളാണ്. അങ്ങനെയുള്ള ആളുകളാണ് പ്രധാനമായിട്ടും ഇത് പ്രഖ്യാപനം നടത്തുക. അല്പം മുമ്പ് സമീർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ടെലസ്കോപ്പിൽ ഇത് കണ്ടാൽ മാത്രം ഇത്തരത്തിൽ ഈ മാസപ്പിറവി കണ്ടു എന്ന് സ്ഥിരീകരിക്കില്ല, മറിച്ച് അത് നേത്രങ്ങൾ കൊണ്ട് കണ്ട് അത് സ്ഥിരീകരിക്കണം. അപ്പം അത്രയും അധികം പ്രധാനപ്പെട്ട ഒന്നാണ് ഇത്തരത്തിൽ ഈ മാസപ്പിറവി കാണുക എന്നുള്ളത്. ഇപ്പം കോഴിക്കോട് വലിയ കാളി നമുക്കൊപ്പം ചേരുകയാണ്. അവസ്ഥ ഇപ്പം ഇനി നമുക്കൊരു ചെറിയ സമയം, അതായത് മഗ്‌രിബിന് ഇടയിൽ അങ്ങനെ ഒരു മണിക്കൂർ സമയമാണ്. അപ്പം എന്തൊക്കെയാണ് ഇത് കണ്ട് അല്ലെങ്കിൽ സ്ഥിരീകരിക്കുന്ന ആ ഒരു സമയത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ? റമദാൻ മാസപ്പിറവിയാണ് ഇന്ന് ദർശിക്കേണ്ടത്. പ്രത്യേകിച്ച് നാളെ വ്രതമനുഷ്ഠിക്കാനുള്ളത്, നാളെ എന്നല്ല മാസപ്പിറവി കണ്ടാൽ വ്രതമനുഷ്ഠിക്കാനുള്ളത് കൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഈ മാസത്തെ ആളുകൾ കാണുന്നത്. അപ്പോൾ അത് മാസപ്പിറവി ദൃശ്യമാകുന്നുണ്ടോ എന്നുള്ള അറിയുന്നതിന് വേണ്ടി കേരളത്തിലെ എല്ലായിടത്തും ആളുകൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഈ അസ്തമനത്തിന് ശേഷം മാസപ്പിറവി എവിടെയും ദൃശ്യമായി എന്ന് കണ്ടു കഴിഞ്ഞാൽ നാളെ റമദാൻ ഒന്നായിട്ട് പ്രഖ്യാപിക്കും. കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് 29ആണ്, 30 പൂർത്തീകരിച്ച് അടുത്ത ദിവസമായിരിക്കും മാസം റമദാൻ ഒന്നായിട്ട് പ്രഖ്യാപിക്കുക. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള അങ്ങോട്ട് മാസം അത് അവരുടെ പുണ്യങ്ങളുടെ മാസം എന്നാണ് വിശേഷിപ്പിക്കപ്പെടുക. ആ ഒരു മാസത്തിൻ്റെ പ്രത്യേകത കൂടി. റമദാൻ മാസം എന്ന് പറയുമ്പോൾ ഏറെ പുണ്യം നിറഞ്ഞ മാസമാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള മാസങ്ങളിൽ ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങളെക്കാൾ 10 മടങ്ങ് പ്രതിഫലങ്ങൾ ലഭിക്കും എന്നുള്ളത് തന്നെയാണ് വിശ്വാസം. ഹബീബായ ഷഫീന റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചതും പരിശുദ്ധ ഖുർആൻ തന്നെ ആ കാര്യങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട്. അതുകൊണ്ട് റമദാൻ മാസത്തിൻ്റെ പുണ്യങ്ങളും പവിത്രതയും മനസ്സിലാക്കിക്കൊണ്ട് വിശ്വാസ കർമ്മങ്ങളിലും മറ്റു കർമ്മങ്ങളിലൊക്കെ തന്നെ വളരെ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് കൃത്യമായി കാര്യങ്ങൾ നിർവഹിക്കാൻ ഒന്നുകൂടി ജനങ്ങൾ ശ്രദ്ധ ചെലുത്തുമെന്നുള്ളത് തന്നെയാണ്. എന്തായാലും സ്മിത അങ്ങനെയാണ്. അപ്പോൾ ഇനി കുറച്ച് സമയങ്ങൾ മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ ആ ഒരു മണിക്കൂറിനിടയിലാണ് ഇത്തരത്തിൽ ഈ മാസപ്പിറവി ദർശിച്ചോ എന്നത് സംബന്ധിച്ച് ഒരു സ്ഥിരീകരണം വരുത്തുക. ഞാൻ അല്പം മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ അത് വെറുമൊരു ടെലസ്കോപ്പിലൂടെ കണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ കണ്ടു എന്ന് പറഞ്ഞതുകൊണ്ട് അത് സ്ഥിരീകരണം ഉണ്ടാകില്ല. പകരം അത് നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ട് അത് സ്ഥിരീകരിക്കണം. അത് ആരാണോ കണ്ടത് അവരെ ഏറ്റു പറയണം, താൻ കണ്ടു എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ പറയണം. അങ്ങനെ കണ്ടു എന്ന് പറഞ്ഞ് അത് സ്ഥിരീകരിച്ചാൽ മാത്രമാണ് പാണക്കാട് നിന്നോ അല്ലെങ്കിൽ ഇവിടെ നിന്നോ കോഴിക്കോട് കാസിയോ അല്ലെങ്കിൽ ഇപ്പോൾ സമീർ നിൽക്കുന്ന മർക്കസിൻ്റെ ഈ ഇടങ്ങളിൽ നിന്നൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്ഥിരീകരണം വരികയുള്ളൂ. എന്തായാലും ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ളൊരു മാസക്കാലം അത് പുണ്യങ്ങളുടെ മാസമാണ്. അവർ ഇതുവരെ ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും ഒക്കെ വെടിഞ്ഞ് ഇനി അള്ളാഹുവിൽ സമർപ്പിക്കുന്ന ഒരു മാസമാണ്. എന്തായാലും അല്പസമയം കൂടി നമുക്ക് കാത്തിരിക്കാം. മാസപ്പിറവി ദർശിച്ചോ എന്നത് സംബന്ധിച്ച് ഒരു അന്തിമ സ്ഥിരീകരണം വരാൻ. നമുക്കൊപ്പം ചേർന്നത്